അമേരിക്കയിലെ ഈ കുടിയേറ്റ ചരിത്രത്തിലെ ഒരു ധീര വ്യക്തിയായിട്ട് പറയുന്ന ചരിത്രത്തിൽ ഇങ്ങനെ പറയുന്ന ഈ ജോണി ചാപ്മാൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ആ. അയാൾ ആ രാജ്യത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് അമേരിക്കയിൽ ഇങ്ങനെ കുടിയേറ്റക്കാർ വന്നു തുടങ്ങിയൊരു കാലമാണ്. ആ സമയത്ത് അദ്ദേഹം ചെയ്തൊരു കാര്യം വെച്ചാൽ അവിടെ ഈ ആപ്പിൾ മരങ്ങളൊക്കെ നല്ല സാധ്യതയുള്ള പ്രദേശമാണ്. പക്ഷെ അവിടെ ആപ്പിൾ മരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ അയാൾ തുടക്കത്തിൽ എന്ത് ചെയ്തു, ചെറിയ കുറേ ആപ്പിൾ മരങ്ങൾ ഇങ്ങനെ നട്ടു വളർത്തി. അപ്പം എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ തൈകൾ വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നഴ്സറികൾ സ്ഥാപിച്ചു. അങ്ങനെ 40 വർഷം കൊണ്ട് അവിടെ എല്ലാ സ്ഥലത്തും ഇഷ്ടം പോലെ എന്തായി ആപ്പിൾ മരങ്ങൾ ഇങ്ങനെ വ്യാപിച്ചു കിടന്നു. അതൊരുപാട് ആളുകൾക്ക് പിന്നീട് അതിൻ്റെ ഫ്രൂട്ട് കിട്ടുന്ന ഒരു പഴങ്ങൾ ലഭിക്കാം. അങ്ങനെ ജോണി ചാപ്മാൻ പറഞ്ഞ ഇയാൾ പിന്നീട് ആരാന്ന് വെച്ചാൽ ജോണി ആപ്പിൾ സീഡ് എന്നുള്ള പേരിൽ അയാൾ അറിയപ്പെട്ടു. അത് ജോണി ആപ്പിൾ സീഡ് എന്നുള്ളത്. അപ്പോൾ അത് പറഞ്ഞപ്പോൾ നമ്മളിങ്ങനെ നമ്മളെയൊക്കെ പേര് നമുക്കൊക്കെ ജന്മം കൊണ്ട് ചിലപ്പോൾ നമുക്കൊരു പേരുണ്ടാവും, ഇട്ട പേരുണ്ടാവും. പക്ഷെ ആ പേരിൻ്റെ അർത്ഥം നോക്കുമ്പോൾ അതിമനോഹരമായിരിക്കാം. പക്ഷെ ആ അർത്ഥത്തോട് പലപ്പോഴും യോജിക്കുന്ന സ്വഭാവമോ അതുപോലെ തന്നെ പ്രവർത്തനമോ ചിലപ്പോൾ ഉണ്ടായിക്കോണമെന്നുണ്ടാവില്ല. പ്രവാചക ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും, ഓരോരുത്തർക്കും ഓരോ പേരുണ്ടാവും. പക്ഷെ പ്രവാചകൻ ഓരോരുത്തരുടെയും ക്വാളിറ്റി കണ്ട് അതിലേക്ക് കുറേ പേരുകൾ ചേർത്ത് വിളിക്കാറുണ്ട്. പദാത്തുന്നിത്താക്കയിൻ, അതുപോലെ തന്നെ പിന്നെ ദുന്നൂറയിൻ, ഇങ്ങനെ കുറേ പേരുകൾ അല്ലേ. നമുക്ക് ഇന്ന് അങ്ങനെ ഒരു പേര് ഇടുന്ന രീതി ഉണ്ടെങ്കിൽ നമ്മളെക്കുറിച്ച് എന്ത് പേരായിരിക്കും ഇടുക, എന്ത് പേരായിരിക്കും നമുക്ക് ഇടുക? ഞാനിങ്ങനെ ഇത് ഇപ്പോൾ ഈ സംഭവം ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ച് പോയ സംഗതിയാണ്. കർമ്മം കൊണ്ട് നമുക്കൊക്കെ ഒരു പേരുണ്ടായിരിക്കണം എന്നതാണ്.